ഒന്നൂടെ ഒന്നൂടെ മതി. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാ മച്ചാമാർക്കും ട്രിപ്പ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, മാരുതി 800 ഒരു ഇലക്ട്രോണിക്കിൻ്റെ ഫ്യൂൽ ലിഡ് ഓപ്പണർ നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കും. ആദ്യമായി ഡിക്കി ഓപ്പൺ ചെയ്ത് ടെയിൽ ലാമ്പെല്ലാം അല്ല, ഫ്യൂൽ ടാപ്പിൻ്റെ സൈഡിലുള്ള ടെയിൽ ലാമ്പ് അഴിച്ചെടുക്കുക. പിന്നെ സ്പീക്കർ പാഡ്, ഡിക്കി അതേ സ്പീക്കർ പാഡ് എല്ലാം അഴിച്ച് സെറ്റാക്കി വെക്കുക. ഇത് നമ്മുടെ ആൾട്ടോയുടെ ഫ്യൂൽ ലിഡിൻ്റെ ലോക്കാണ്. ഏകദേശം ഒരു 200-220 രൂപ വില വരും. ഇത് നമുക്ക് കേബിൾ ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെ ആക്ച്വേറ്റർ ഉപയോഗിച്ചും ചെയ്യാം. നമ്മുടെ ആക്ച്വേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന 5 വയറിൻ്റെ ആക്ച്വേറ്ററാണ് വന്നേക്കുന്നത്. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് നീലയും പച്ചയും മാത്രമേ ഉള്ളൂ, ബാക്കി വയറിൻ്റെ ആവശ്യമില്ല. ഒരെണ്ണം നെഗറ്റീവിലും പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞിട്ട് അത് 2 സൈഡിലോട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഫോർവേഡായിട്ടും ഒന്ന് റിവേഴ്സായിട്ടും. ആ 2 വയർ മാറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും റിവേഴ്സായിട്ടും വർക്ക് ചെയ്തോളും. നമുക്കിപ്പോൾ എങ്ങനെയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് വയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി സെലക്ട് ചെയ്യാം. ബ്ലൂ നെഗറ്റീവും ഗ്രീൻ പോസിറ്റീവായിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ആക്ച്വേറ്റർ റിവേഴ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതൊരു സ്പ്രിങ്ങിൻ്റെ കമ്പി നിവർത്തിയെടുത്താണ്. അത് ഡോറ് റിട്ടേൺ പോരാനായിട്ട് നിവർത്തിയെടുത്ത അത് ഒരു അത്യാവശ്യം വേണ്ട ഒരു ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് ആ കാണുന്ന വിടവിലൂടെ ഇറക്കി വെച്ച് കൊടുത്ത് ഡോറുകളിട്ട് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശകലം ഒന്ന് വളച്ചു കൊടുക്കണം എന്നുള്ളൂ. ലോക്ക് അഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഡോർ നേരെ റിട്ടേൺ പോകുന്നുള്ളൂ. ആക്ച്വേറ്റർ പിടിപ്പിക്കാനായിട്ടുള്ള നമ്മൾ ഹോളൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ 2 ഹോൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ആ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അകത്തോട്ട് സ്ക്രൂ ഇട്ട് ആക്ച്വേറ്റർ നല്ല ടൈറ്റായിട്ട് ലൂസ് ആകാത്ത രീതിയിൽ നല്ലോണം മുറുക്കി സെറ്റ് ചെയ്ത് വെക്കണം. ആക്ച്വേറ്ററും ലോക്കും തമ്മിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കോപ്പറിൻ്റെ കമ്പിയാണ് എടുത്തേക്കുന്നത്. അത് ലോക്കിൻ്റെ ഹോളിനകത്തൂടെ കയറ്റി കമ്പി ഒന്ന് ഉടക്കിയിട്ട് അതിൽ നിന്ന് വേണ്ട നീളം നോക്കിയിട്ട് ആക്ച്വേറ്ററിലോട്ട് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും.
ആക്ച്വേറ്ററിൽ വരുന്ന പച്ച വയറാണ് നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തേക്കുന്നത്. അത് നമ്മൾ ബോഡിയുമായിട്ട് സ്ക്രൂവേലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വരുന്ന ബ്ലൂ വയർ നമ്മൾ പോസിറ്റീവായിട്ടും എടുക്കുന്നു. ബാക്കി വരുന്ന 3 വയറുകൾ ടേപ്പ് അടിച്ച് നമ്മൾ മാറ്റിയിട്ടാൽ മതി. ബോഡിയായിട്ട് ടച്ച് വരാത്ത രീതി ടേപ്പ് അടിച്ച് മാറ്റിയിട്ടേക്കുക. ആക്ച്വേറ്ററിലോട്ട് നമുക്ക് പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനായിട്ടൊരു വയറിന് ആവശ്യമുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ അവിടെ നിന്ന് ഒരു സ്വിച്ച് വെച്ച് അവിടെ നിന്നാണ് കൊടുക്കുന്നത്. അത് കൊടുക്കാനായിട്ട് ആ വയർ നമുക്ക് പുറകിലെ സ്പീക്കർ പാഡ് അഴിച്ച് അതിനകത്തോട്ട് സൈഡിലത്തെ പാഡിൻ്റെ ലോക്കൽ ബീഡിങ് അഴിച്ചിട്ട് അതിനകത്തൂടെ നമ്മളിട്ട് ഫ്രണ്ടിൽ വരെ കൊണ്ടുചെല്ലുകയാണ് ചെയ്യുന്നത്. ആ ഒതുക്കി വൃത്തിയാക്കി എത്ര ചെയ്യാവോ അത്ര നല്ലത്. ഡാഷ്ബോർഡിൻ്റെ അവിടെ നിന്നിട്ടേക്കുന്ന വയറും ആക്ച്വേറ്റർ വന്നേക്കുന്ന നീല വയറും തമ്മിൽ ജോയിൻ്റ് ചെയ്യാണ്. നീല വയറാണ് പോസിറ്റീവായിട്ട് നമ്മൾ ആക്ച്വേറ്ററിലോട്ട് കൊടുക്കുന്നത്. ആ വയറും നീല വയറും ഫ്രണ്ടിൽ നിന്ന് വന്നേക്കുന്ന വയറും കൂടെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് ടേപ്പ് അടിച്ച് മാറ്റിയിടുക. ഓക്കെ, ഒന്നൂടെ മതി.